നിങ്ങളെ പോലെ ചപ്പറിയല്ല ഞാൻ എങ്ങനെയല്ലല്ലോ ഒരു ആർപ്പ് വിളിക്കുന്നത് നിങ്ങൾക്ക് ചില്ല കോൾ എടുക്കുന്നില്ല. അവൻ എന്നെ ബ്ലോക്ക് ആക്കിയാ. അവനെ വിളിച്ച് അമ്മാതിരി മെസ്സ് അടിക്കരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ആ ഇറങ്ങി ബ്രോ സൈഡ് നിക്കണേ. ഹലോ സൈഡിലാ നിക്കുന്നേ. ഹലോ ബ്രോ മൈ വാട്ട് ഓവർ. ഓക്കെ 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 കമ്മിങ് സൂപ്പർ റെഡി. ഓക്കെ ബ്രോ ഓക്കെ നമ്മളെ വണ്ടി എടുത്ത് ഗോക്കു ദാ അപ്പുറത്ത് ഗോക്കു എന്ത് ഇത് ഗോക്കു ഗോകുവാണത്. ഗോകുവേ എന്താ ഒറ്റയ്ക്ക് നടക്കുന്നേ? ഒന്നുമില്ല, ചുമ്മാ ഇപ്പൊ കയറിയുള്ളൂ. ഇവരെ എങ്ങനെ പക്ഷെ ഈ ടൂ വീലറിനകത്ത് എങ്ങനെ ഇവരല്ല ടൂ സീറ്ററിൽ ഞാൻ മന്ദാരത്തിന്റെ ബാക്കിലോട്ട് കയറാ. നീ മന്ദാര ബാക്കിൽ കയറ് ബമ്പല്ലേ കേറ്. ആ വിട് അന്നാ പോവാ. ഗോക്ക് ഇതാണ് എന്റെ വണ്ടി. എന്റെ വണ്ടി ആവും പോവാ. ഞാൻ ഈ വണ്ടി ഡീലർഷിപ്പ് തുടങ്ങാൻ വേണ്ടിട്ടേ 130 കോടി രൂപയുടെ കാറാ പോകും ഇത്. അതാണ് അണ്ണന്റെ സ്നേഹം കണ്ടാ. ഇതിലെങ്കിലും രക്ഷപ്പെടണേടാ നീ. അത് അങ്ങനെ മാത്രം കണ്ടാ മതി. നമ്മൾ എവിടെയായിരുന്നു അറിയോ? അറിയാം. ഇവിടെ എങ്ങോട്ടാ? അത് ഏടറിയോ? മറ്റേ 8238 ബിസിനസ്. അതെങ്ങനെ പറയാ? നമ്മള് സീക്രട്സ് വേറെ പറഞ്ഞാൽ നീ ഉപയോഗിക്കും. മന്ദാരം ഉപയോഗിക്കൂല. അത് മന്ദാരം രക്ഷപ്പെടൂലേ? നമ്മള് അങ്ങനെ ബിസിനസ് ഞാൻ മാർക്ക് ചെയ്ത കാണല. മന്ദാരം മാർക്ക് ചെയ്തേ 8238 T/GPS 8238 നേരെ എതിർക്കൊരു കാറിന്റെ ചിഹ്നം. രണ്ടുപേര് മാർക്ക് ചെയ്തപ്പോ ഒരാൾ ഞാൻ മാർക്ക് ചെയ്ത് ഓൾറെഡി. GPS അടിച്ചെങ്കിൽ രണ്ട് കാണും. അതെന്നെപ്പോ നമ്മളിപ്പോ പോന്നെ അതല്ലേ പോന്നേ. ആടാണ് നമ്മള് പെറ്റിലോട്ട് ആക്കുന്ന വണ്ടി. അതെന്നെല്ലാം മന്ദാരം ഞാനും പറഞ്ഞേ. നീയും അത് തുടങ്ങി എങ്ങനെ ശരിയാവുന്നേ? മന്ദാരം ഈ പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങുമ്പം എന്തിനൊരു സക്സസ് ഉണ്ടാവും മന്ദാരം. അപ്പൊ നമ്മൾ അത് പറയാൻ പാടില്ല. പറഞ്ഞാലും മന്ദാരം ഉപയോഗിക്കും. വേണ്ട പെണ്ണ് ഹലോ ദാമിനി വെള്ളാച്ച കമ്മിറ്റഡ് ആണോ? ഒരു 4 പിള്ളേരുണ്ട്. കുഴപ്പമുണ്ടോ? ഇല്ലറ സൂക്കടല വെച്ചറി നിനക്ക്. നിങ്ങളുടെ ഭർത്താവ് ആരായിരുന്നു? ഓ നിങ്ങളാണല്ലേ കിളവനെ. വണ്ടിയുടെ കാര്യം ഡീലാക്കി എന്നിട്ട് മതി. സാറിന് വിളിയാ. ഞാനാണ് ഇതാക്കാൻ വന്നേരോ. നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ട്രിക്ക് ആൻഡ് ടിപ്സ്. സാറിന് വിളിയാ. സാർ കസ്റ്റമേഴ്സിനോട് സാറിന് വിളിക്കണമെന്നറിയില്ല. അത് ബേസിക് സംഭവമാണ്. ഓക്കെ ബ്രോ വെഹിക്കിൾ മേക്ക് മൈ നെയിം മൈ അണ്ണൻ വെഹിക്കിൾ നൗ നോട്ട് മേക്ക് മീ. അണ്ണാ നടന്നു വരാവാ. നടന്നു പോയാൽ മതി. അണ്ണൻ വെഹിക്കിൾ നൗ നൗ മേക്ക് മീ. എല്ലാം അറിയേണ്ട ആവശ്യമല്ലോ. എന്താണ് ബ്രോ ഇംഗ്ലീഷ് കഫേ വാട്സാപ്പിൽ കൂടെ പഠിച്ചത്. അതാണ് പകുതി പഠിച്ചു വെച്ചിട്ടുള്ളൂ. കിട്ടാവോ? എന്താ പരിപാടി? അവന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് അത്രേയുള്ളൂ. നിനക്ക് വേണേ സ്റ്റാഫ് ആവാൻ. ഞാൻ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. എനിക്ക് വേണേ സ്റ്റാഫ് ആക്കാനാ. നീ ആ വണ്ടി ഒന്ന് എഴുതി കൊടുക്കുന്നതിന് ബ്രോ ആ വണ്ടി ഒന്ന് എഴുതി ഇവന്റെ പേര് കൊടുക്കുക. എന്താ ചെയ്യണ്ട? ഞാൻ എന്ത് കമ്മീഷൻ? എത്ര
എത്ര രൂപ? ഏതോണ്ടി വണ്ടി ഏതാ? വണ്ടി ദേ, 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 ദേ. വണ്ടി ഏതായത് ബുഗാട്ടി ശരോൺ. ആ അത്ര. അതിന് നമുക്കൊരു ഇതിൽ ഈ വണ്ടി ലിമിറ്റഡ് ആണ് ഈ സിറ്റിയിൽ. അപ്പൊ നമുക്ക് ഒരു 15% അതിന്റെ കമ്മീഷൻ വരും. 15%? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ വണ്ടി മേടിച്ച നിങ്ങളല്ല, മനസ്സിലായാ? നിങ്ങള് പേര് മാറ്റാനാ പറഞ്ഞേ. ഇതിന് മറ്റാനായിട്ട് അപ്പൊ അതിന്റെ ഒരു ആ എത്ര രൂപ പറയും? എത്ര രൂപ? ലാസ്റ്റ് എത്ര ഈ വണ്ടി നമ്മ മേടിച്ചപ്പോ Dragon ആണോ അത്? 12 CR ആയിരുന്നു. ഹലോ, ഡ്രാഗൺ ആയിരുന്നു അത്? അല്ല അല്ലല്ല. ഹുസൈൻ, ഓ ഓക്കെ 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 ഹുസൈൻ മുസാഫിർ. ഓക്കെ 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 ഓക്കെ. ഞാൻ ആള് മാറിപ്പോയതാ. ആണല്ലേ? ഓക്കെ. നിക്ക് മന്ദാരോ ബ്രോ, നമ്മളിത് 12 CR മേടിച്ചത്. അപ്പൊ പറയൂ, 12 CR മേടിച്ചത്. 12 CR 130 കോടി. മന്ദാരോ, വണ്ടിയുടെ ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. 15% ഇപ്പൊ 12 CR എത്രയായി? 1 CR അല്ലേ? അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. മന്ദാരം കൊളാക്കിയെന്ന എടാ മന്ദബുദ്ധി, ഇത് ഈ സിറ്റിയിലെ ലിമിറ്റഡ് വണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സീനില്ല. 12 CR എന്ന് പറഞ്ഞാല് ഓറ് വിശ്വസിച്ചോളൂ, പൊട്ടന്മാരായി എടുത്തോറ്. എടാ നീ കണ്ടതാണോടാ ഈ വണ്ടിയുടെ വില? അവർക്ക് അറിയാടാ, അവർക്കില്ലേ അവരുടെ ടാബിൽ നോക്കുമ്പോ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാടാ. അവന്മാർക്ക് 15% കൊടുക്കുക പറഞ്ഞ 130 കോടിയുടെ 15% ഒന്ന് കൂട്ടി നോക്കിയേ. ഡിവൈഡഡ് ബൈ പ്ലസ് ഈക്വൽ ടു 15 CR. 15 CR. അപ്പൊ പോയി ഉണ്ടാക്കിട്ട് വാ, അന്നേരം ഞാൻ ഈ വണ്ടി മാറ്റി തരാം. നിക്ക് നോക്കാം, ഓരോട് മുണ്ടിട്ട് നോക്കാം അണ്ണാ. ബാ, ഹലോ സഹോദര, എത്രയാണ് പൈസ എന്ന് പറഞ്ഞോ? പൈസ എത്രയാന്ന് പറഞ്ഞോ? ഈ വണ്ടി ഒരു എക്സലേറ്റർ ഒന്നും കൊള്ളത്തില്ല. നെക്സ്റ്റ് ആയിരുന്നു ആ പൈസക്ക്, ഒന്ന് പറഞ്ഞോ. നമുക്കതൊരു 18 CR ആവും അതിന് പേര് മാറ്റാനായിട്ട്. പേര് മാറ്റാനാ 12 CR? അതെ അതെ. ബ്രോ എന്താ ബ്രോ അങ്ങനെ പറയല്ലോ ബ്രോ. ഒരു 5 CR നമുക്ക് കുറയ്ക്കാം, ഒരു 15 CR ആക്കാം. 18 വരും അതിന്. ബ്രോ എന്താ ബ്രോ, ഒന്ന് 5 CR ബ്രോ. പൈസ ഇല്ല ബ്രോ, 5 പൈസ ഇല്ല കയ്യിൽ. ഇന്ന് എങ്ങനെ ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോ കൊടുക്കുന്നതിന് 15 കോടി നമ്മൾ 10 കോടി തരാം. 10 കോടി തരാം. എന്റെ ആകെ ഇപ്പൊ ബാങ്കിലുള്ള 10 കോടിയാ. ഒന്ന് ബാക്കി വാസു ബ്രോ ഇറക്കത്തില്ലേ? പിന്നെന്താ? അയ്യോ, നമ്മൾ ഓൾറെഡി കുറെ ഇറക്കിയതാണ്, അതുകൊണ്ടാ. അണ്ണാ ഇങ്ങോട്ട് വാ. അണ്ണ എന്റെ ഒരു 10 CR ഉണ്ട്. അണ്ണ ഒരു 5 CR ഇട്ടാ ഡീൽ. ആകെയുള്ള 10 CR എന്റെ. എടാ ഞാൻ 130 കോടി രൂപയുടെ വണ്ടിയും തരണം നിനക്ക്. മന്ദാരം ഒന്ന് 5 CR തരാം. മന്ദാരം ഒരു 5 CR. 130 കോടിന് വേണ്ടി മറച്ചിട്ട് നമുക്ക്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ വെയിറ്റ് ചെയ്യ്. ഇവന്മാർക്ക് നേരെ 15 കോടി കൊടുത്തത് ചെയ്യല്ലേ, നീ വെയിറ്റ് ചെയ്യ്. നമുക്ക് മറച്ചു വിറ്റാ പോരെ? മന്ദാരം ബ്രോ നേരെ കാര്യം പറയട്ടാ. മറിച്ച് വിക്കണെങ്കിൽ ഇടുക്കന്നെ പറഞ്ഞോ പേര് മാറ്റണമെങ്കിൽ, അതറിയോ? ഇല്ല, മറച്ചു വിൽക്കാൻ ഒരു പൈസ മേടിക്കൂല. അത് ശരിയാണ്. നമുക്ക് അവരെടുത്തോളും, അവര് നമുക്ക് പൈസ അതിന്റെ വണ്ടി എടുത്തോളും. പൈസ നിനക്ക് കിട്ടിയില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം ഉച്ചരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് നിന്റെ പേരിലോട്ട് മാറ്റണമെന്നില്ലല്ലോ. ഈ വണ്ടി നീ ആർക്കെങ്കിലും വിക്ക്, എന്നിട്ട് അതാ പറഞ്ഞേ, അവരെ കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസയും എല്ലാം കൂടെ മേടിക്കാം. നീ പറയുമ്പോ ഞാൻ വണ്ടി എടുത്തു തരാം. എടാ മന്ദബുദ്ധി, ഞാൻ വണ്ടി എടുത്ത് നിന്റെ തരാം. നീ അത് കൊണ്ടുപോയി നാട്ടുകാരെയൊക്കെ കാണിച്ച് ഈ വണ്ടി വിൽക്കണം നോക്കണം. എന്നിട്ട് ആരെങ്കിലും മേടിക്കുവാണെങ്കിൽ അവനെ കൊണ്ട് ഇവിടെ വന്ന് അവന്റെ പേരിൽ മാറ്റി കൊടുക്കുക. അന്നേരം നീ പറയണ വണ്ടിയുടെ പൈസയും ഇവിടെ മാറ്റമുള്ള പൈസ അവന്റെ തന്നെ മേടിക്ക്. മനസ്സിലായി. ഞാൻ ചാറ്റ് ഇട്ടിട്ടുണ്ട്. വെഹിക്കിൾ ഫോർ സെയിൽ 150 CR ലിമിറ്റഡ് എഡിഷൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിന്റെ അടുത്ത്. ഞാൻ ഇത് പറയുന്നോണ്ട് നിനക്ക് വിഷമം തോന്നരുത്. എടാ നിന്റെ ആ പേര് കാണുമ്പോ തന്നെ ഒരാൾ മേടിക്കൂല. ഷെയ്ക്കിനോട് പറയും ഓനാക്കോ. എടാ ഷെയ്ക്കിന്റെ 10 വണ്ടി ഉണ്ട്. അല്ല ഈ വണ്ടിയിൽ ഇത് ലിമിറ്റഡ് ബെഡ്റൂമിൽ എടുക്കുന്ന വണ്ടിയായിരിക്കും. പുള്ളി ഇത് തുറന്ന ക്ലോസറ്റിൽ കയറുന്ന ആ വീട്ടില്. ഇതിന്റെ ഫ്രണ്ട് സീറ്റിലെ ഡ്രൈവിംഗ് സീറ്റ് ഊരി മാറ്റിയിട്ട് പുള്ളി അവിടെ ക്ലോസറ്റ് വെച്ചിരിക്കുക വീട്ടില്. നമ്മ എന്ത് ചെയ്യപ്പോ? അണ്ണാ 150 CR ഒരു വണ്ടി ശരിയാണ്ട് വേണോ? എന്നോടാണോ?
എന്നാ നമുക്ക് പറയാനൊപ്പിക്കാം, സമാധാനപ്പെട്. നമുക്ക് വണ്ടി കയറി എന്നാ അങ്ങനെ പറയല്ല ബ്രോ. 150 CR ലിമിറ്റഡ് എഡിഷൻ വണ്ടി വേണം. ഓൺലി ഫോർ 150 CR ലിമിറ്റഡ് എഡിഷൻ വേണം. ചന്തി പറഞ്ഞ വണ്ടിയാണ്. ലിമിറ്റഡ് എഡിഷൻ ആണല്ലോ. വാസണ്ണന്റെ വണ്ടി, അതും കൂടെ ഒന്ന് ഓർക്കണം. യൂസ്ഡ് വണ്ടി. സൗണ്ട് കേട്ടല്ലേ? ഞാൻ തന്നെയാ. ഹലോ, കൊറേ ആയാലും വിശേഷം? നല്ല വിശേഷം ബ്രോ. സുഖല്ലേ? ഓ സുഖം സുഖം സുഖം. സുഖല്ലേ? പിന്നെ സുഖം. ഫുഡ് കഴിച്ചില്ലേ? ഞങ്ങൾ ഈ വണ്ടി ഒന്ന് ഡീൽ ചെയ്തിട്ട് കുറച്ച് ദിവസം പുറകില. നടക്കട്ടെ. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്തിനാ കൊടുക്കാനാണോ? ആ, ഇത് കൊടുക്കാൻ, ഈ വണ്ടി കൊടുക്കാൻ. ഓക്കെ ഓക്കെ. എന്തോ ഈ വണ്ടി എടുക്കാൻ വേണമെങ്കിൽ ഈ ബൈക്ക്. ഇല്ല, ഞാൻ 2 വീലേഴ്സ് യൂസ് ചെയ്യാറില്ല ഇപ്പൊ. എക്സലൻസി കൊടുക്കാം. സ്റ്റീവിന്റെ പേര് പറയാ. മാറിയോ? നീ ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നേ? ആരോ പുറത്തേറി. ദർശന പറയൂ. ഇല്ലല്ല, അണ്ണന്റെ വണ്ടി വെക്ക വേണ. 150 CR ഓൺലി വേണ്ടേ? ഓക്കെ. അയ്യോ നിക്ക് അണ്ണാ, ഫോൺ തിരിച്ചു വെക്കുമ്പോ ഞാൻ ചെലപ്പോ ബിയു. നിക്ക് ഞാൻ ഇപ്പൊ ചാവും. മുച്ചിരി ദർശനക്കാണ് ഞാൻ ഈ വണ്ടി ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുക. അങ്ങനെ പറയല്ല അണ്ണാ ബിസിനസ് അണ്ണാ. ഐ ആം അണ്ണൻസ് ബോയ്, നോ ഡു ദാറ്റ്. മുച്ചിരി അവന് വിൽക്കണ്ട, അവൻ പൊട്ടന്. 150 കോടിയുടെ വണ്ടി സെയിലിനിട്ടിട്ട് റേറ്റ് എത്രയാണ്? അവൻ എന്തൊരു പൊട്ടനവൻ. അവനൊന്നും വണ്ടി പോയിട്ട് അണ്ടി പോലും കൊടുക്കരുത്. 150 കോടി വെഹിക്കിൾ ഫോർ സെയിലിനിട്ട് പൊട്ടനല്ലേ മന്ദനെങ്കിൽ മന്ദനായി ചിലപ്പോ ചോദിക്കട്ടെ റേറ്റ് എത്രയാണ്. ഇല്ല മന്ദാരല്ല. എന്നെങ്കും എടാ, അപ്പൊ ശരിക്കും ഈ വണ്ടി ലിമിറ്റഡ് എഡിഷൻ അല്ലേ? ആ ലിമിറ്റഡ് എഡിഷൻ അല്ലല്ല. ഞാൻ ഇന്നലെ കൂടെ വന്നേയുള്ളൂ. മുച്ചിരി എന്റെ മനസ്സ് മാറുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അങ്ങനെ പറയില്ല അണ്ണന്റെ കുറെ വണ്ടി. അന്റെ ഗ്യാരേജ് ഒന്ന് കാണിച്ചേ. ട്രക്ക് വണ്ടിയും ഇതേ ഉള്ളു അണ്ണ. ഞാൻ നിനക്ക് വേറെ ഓട്ടോറിക്ഷ പോലത്തെ ഏതെങ്കിലും വണ്ടി തരാം. അണ്ണാ അന്റെ ഒരു ട്രക്ക് മേടിച്ചിട്ട് ട്രക്ക് പണിയെടുക്കാൻ പറ്റിയില്ല ഞങ്ങക്ക്. 1000 രൂപ വെറുതെ വേസ്റ്റ് ആയി. ട്രക്ക് ഞാൻ ട്രക്ക് ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കും. പിന്നെ എന്റെ ഫ്രീ വണ്ടി കാണിച്ചിട്ടെ. സർവീസ് പോലും ഒന്നും ചെയ്തിട്ടില്ല പൈസ ഇല്ലാത്തത്. എനിക്ക് കാണണ്ട. എനിക്ക് ദാരിദ്ര്യം പറയുന്നവരെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അന്നാ ദാരിദ്ര്യം ഇല്ല ഉള്ളതാണ്. സത്യം പോലെ പറയുന്നവനാ ഞാൻ. കേറി എന്നെങ്കും നമ്മളൊരു ഭാഗ്യം. മന്ദാരം 5 CR ഞാൻ നിന്റെ അടുത്തൊരു നല്ലൊരു ഐഡിയ പറയട്ടെടാ. നമുക്ക് ഈ വണ്ടി പെയിന്റ് ഒക്കെ അടിച്ച് ഇറക്കിയിട്ട് നമുക്കൊരു ഓപ്ഷൻ വെക്കാം. യൂസ്ഡ് വെഹിക്കിൾ. അങ്ങനെ വേണ്ട, അതിന് വില കിട്ടൂല. എന്തായാലും കിട്ടും. ഇല്ല, അത് വേണ്ട. ഞാൻ പറയണത് അങ്ങനെയല്ല. 130 കോടിയിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് എവിടെ വരെ പോണോ മേടിക്കുന്നവര് മേടിക്കട്ടെ. എന്നിട്ട് ആ പൈസ നമുക്കല്ലേ? ആ പൈസ നീ എടുത്തോ. അത്രയുള്ള ഇപ്പൊ വെക്കുന്ന ഇതിനൊക്കെ ഒരു പ്ലാനൊക്കെ വേണ്ടേടാ. എന്ത് പ്ലാൻ? എന്താ പെണ്ണ് വിളിക്കുന്നുണ്ടാ? പോവാനായ കാണിച്ച കാണിക്ക് നോക്കട്ടെ. T47 SRR റെഡിയായോ? പോയി 2 വളം അപ്പുറം ആഫ്രിക്കൻ ചോക്ലേറ്റ് ലിമിറ്റഡ് അണ്ണാ. ലിമിറ്റഡ് എഡിഷൻ വണ്ടി ഇപ്പൊ മന്ദാരം ഇറക്കി. എന്ത് ഇറക്കിയ മന്ദാരം ഒന്നുകൂടെ ഇത് മന്ദാരം പ്രീമിയം ആയിട്ട് ഇറക്കിയതാ. മറ്റേ പ്രീമിയം കൊടുത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ് അത്. പ്രീമിയം എടുക്കുന്നവർക്ക് ഇത് ഫ്രീ എടുത്തു തുടങ്ങിയോ? എന്നാ ഞങ്ങൾക്കൊരു പ്രീമിയം എടുത്തരോ? ഫ്രീ
10,000 പാവും. ഒന്നും പറയാനില്ലേ. ഫ്രീ ആയിട്ട് കിട്ടൂ ഈ വണ്ടി. പുറത്തും പറ്റിക്കാൻ നോക്കുന്നതാണ് ഈ പുഞ്ചിരി. അകത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ പുറത്തായി പ്രീമിയം എടുത്തു തരുമോ? 10,000 കോച്ചൊക്കെ 40,000 ഇറക്കി തുടങ്ങി. കോച്ച് 40,000 എന്തോ സിറ്റി ഇറക്കിയിട്ടുണ്ട്. നമ്മൾ കോച്ചിനെ തോപ്പിക്കണം അണ്ണാ. നിന്റെ ബാൻ മാറിയോടാ? ഓ സെറ്റ് സെറ്റ് സെറ്റ്. വെറുതെ ഇനി ആവശ്യമില്ലാതെ ബാൻ ഒന്നും മേടിക്കല്ല ശിവേ. അണ്ണാ ഞാൻ അവസാന ബാൻ മേടിച്ചത് ചന്ദന പീടി കൊണ്ടപ്പോ ഞാൻ പീടി എടുത്ത് കൊന്നു. അതാ ഞാൻ പറഞ്ഞേ. അതാ പറഞ്ഞേ ഇനിയില്ല അവനെ ഇനി നാട്ടിൽ തല്ലിക്കൊല്ലുന്ന കണ്ടാലും ഇടപെടരുത്. ചന്ദ്രൻ രക്ഷപ്പെടുത്തിയാലേ കുഴപ്പമില്ലായിരുന്നു. ചന്ദ്രനെ കൂടെ തല്ലിക്കൊന്നിട്ടാ ചന്ദ്രൻ രക്ഷപ്പെടുത്തിയത്. അതാ ബാങ്ക് കിട്ടി. എന്റെ മുമ്പിൽ ചന്ദന പീടി കൊണ്ടേ പോലെ ഞാൻ നോക്കി നിക്കത്തേയുള്ളൂ, ഒന്നും ചെയ്യത്തില്ല. അത് മതി അതാ നല്ലത് അതാ നല്ലത്. അണ്ണാ എഴുതി വെച്ചോണം അവസാനത്തെ ബാൻ ഇല്ല. ഓക്കെ സെറ്റ് സെറ്റ്. ഞാനപ്പോ ഇറങ്ങുവാണേ. അണ്ണൻ പോവാണ്. ഞാൻ പോവാടാ. എനിക്ക് തൊണ്ട വയ്യടാ, കുറെ നേരം ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ അണ്ണാ. എടാ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. എടാ ചെറിയ പോയിട്ട് വരാം. അണ്ണാ പോയിട്ട് വാ. നാളത്തേക്ക് വണ്ടി റെഡിയാക്കാം. അത്രേ ഉള്ളു അണ്ണാ. ഓക്കെ 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 സർപ്രൈസ് ആയിരിക്കും അല്ലേ നാളെ? ഓക്കെ ഓക്കെ. സർപ്രൈസ് ആയിട്ടല്ലേ. പോയിട്ട് വരാം മാത്രം.